പ്രീമിയം സൂപ്പർഫാസ്റ്റ് AC ബസിന്റെ ട്രയൽ റൺ നടത്തി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ഓണസമ്മാനമായി ബസ് യാത്രക്കാർക്ക് നൽകും. ടാറ്റ മോട്ടോഴ്സ് പുറത്തിറക്കിയിട്ടുള്ള മാർക്കോ പോളോ ബസ്സുകളാണ് പരീക്ഷണയോട്ടത്തിനായി എത്തിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 48 ബസ്സുകൾ വാങ്ങാനാണ് തീരുമാനം. മാധ്യമപ്രവർത്തകരും CMD ഉൾപ്പെടെയുള്ള KSRTC ഉദ്യോഗസ്ഥരും ജീവനക്കാരുമാണ് ബസ്സിലെ യാത്രക്കാർ. ബസ് ഓടിക്കുന്നത് സംസ്ഥാനത്തെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. തിരുവനന്തപുരം പ്രസ് ക്ലബിന് മുന്നിൽ നിന്ന് ആരംഭിച്ച യാത്ര തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ അവസാനിച്ചു. ശേഷം ബസ്സിലെ യാത്രയെക്കുറിച്ചുള്ള മന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെ. ബസ് നല്ല ബസ്സാണ്, ഓടിക്കാൻ നല്ല സുഖമുണ്ട്. നേരത്തെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ ഇന്ന് നിങ്ങളെല്ലാം കൂടെ ഉള്ളപ്പോൾ ഒരു ട്രയൽ എടുത്തുവന്നേ ഉള്ളൂ. മാധ്യമപ്രവർത്തകർക്കും ഇതിനൊത്തിരി യാത്ര ചെയ്യാനൊരു ട്രയൽ തരും, അതിൽ ഇരുന്ന് നോക്കണം. KSRTC ഒരു പുതിയ സൗകര്യമാണ് ഞങ്ങൾ ഒരുക്കുന്നത്. KSRTCയുടെ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം എന്നൊരു മോഡൽ വരെയാണ്. ആ കാറ്റഗറി എന്ന് പറയുന്നത് സൂപ്പർ ഫാസ്റ്റിന് മുകളിലും എന്നാൽ എക്സ്പ്രസിന് താഴെയുള്ള എയർ കണ്ടീഷൻ ബസ്സാണ്. 40 സീറ്റുകളുള്ള ബസ്സിലെ പിന്നിലൊഴികെ എല്ലാ സീറ്റുകളും പുഷ് ബാക്ക് ആണ്. AC പ്രവർത്തനക്ഷമമല്ലെങ്കിൽ സീറ്റിന് വശങ്ങളിലുള്ള ഗ്ലാസുകൾ നീക്കാനുമാകും. യാത്രക്കാർക്ക് സൗകര്യപ്രദമായി ഇരിക്കുന്നതിന് മികച്ച ലെഗ് സ്പേസും വൈഫൈ അടക്കമുള്ള സൗകര്യങ്ങളും ബസ്സിലുണ്ട്. സൂപ്പർഫാസ്റ്റ് പ്രീമിയം AC സർവീസിന് സൂപ്പർഫാസ്റ്റിനേക്കാൾ ഉയർന്ന നിരക്കായിരിക്കും ഈടാക്കുക. ഈ സർവീസുകൾ എല്ലാ ഡിപ്പോകളിലും കയറാതെ സ്റ്റോപ്പുകൾ പരിമിതപ്പെടുത്തിയേക്കും. അതേസമയം അധിക ചാർജ് നൽകിയാൽ പറയുന്ന സ്റ്റോപ്പിൽ നിന്ന് യാത്രക്കാർക്ക് കയറാം. ഓണത്തോടുകൂടി സർവീസ് ഇല്ലേ, ഓണത്തോടെ ഞങ്ങളിത് ഓണസമ്മാനമായിട്ട് മലയാളിക്ക് സമർപ്പിക്കും. വണ്ടിയുടെ നിറം ഇതെല്ലാം കുറച്ച് മാറ്റം വരുത്തും. പരിപാടികളൊക്കെ കഴിഞ്ഞു. ശേഷം ബസ്സിലെ ആദ്യ ഡ്രൈവർ SK മണി രഹസ്യമായി മന്ത്രിയോട് തിരക്കി ശമ്പളത്തിന്റെ കാര്യം. 1-ാം തീയതി റെഡിയാകും, ധൈര്യമായിരിക്കെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.